ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഒരു വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് ഉച്ചക്കത്തെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ വറുത്ത് റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് ഒന്ന് ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ട് ആരുമില്ല ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ. ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു ഒരു റൈസ് ഉണ്ടാക്കാം, റൈസും ചിക്കൻ റോസ്റ്റും വെക്കാം, അത് മാത്രം മതി. അപ്പോൾ മോളും പറഞ്ഞു എന്നാൽ അത് മതി എന്ന് പറഞ്ഞു. അതുപോലെ ഇന്ന് ലേറ്റായിട്ടാണ് ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് കയറി. അപ്പം ഇതാകുമ്പോൾ അധികം താമസമില്ലല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് റൈസും ചിക്കനും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൈസിന് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ അരി വെച്ചിട്ടാണ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് വറുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പാൻ വെച്ച് ചിക്കൻ വറുക്കാനായിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. ചിക്കനൊക്കെ എടുത്തിട്ടൊന്ന് മൂടി വെച്ച് വറക്കുന്നുണ്ട്. മൂടി വെച്ച് വറക്കുമ്പോൾ ചിക്കൻ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുമേ. പിന്നെ കറിക്ക് ആവശ്യമായ സവാളയൊക്കെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സവാള വഴറ്റാൻ എളുപ്പത്തിലൊരു വിദ്യ പറഞ്ഞു തരാവേ. ഈ സവാള കുക്കറിൻ്റെ അകത്തിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. നമ്മളിപ്പം അടുപ്പത്തിട്ട് അത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി താമസം വരും, നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. സവാള നല്ലപോലെ അലുത്ത് കിട്ടിയാലേ ഉള്ളൂ കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് റൈസിൻ്റെ കൂടെയുള്ള കറിക്ക് ഒരു ലേശം മധുരവും കൂടി ഉണ്ടായാലേ ഉള്ളൂ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതിന് സവാള നല്ലപോലെ അലുത്ത് കിട്ടിയാലേ ഉള്ളൂ ഒരു മധുരിപ്പൊക്കെ കറിക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ കുക്കറിൽ വെച്ച് ഒരു രണ്ട് അല്ല 3 വിസിലടിക്കുമ്പോൾ സവാള നല്ലപോലെ അലുത്ത് കിട്ടും. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്കത് കോരി എണ്ണയിലേക്ക് ഇട്ടിട്ട് അധികം താമസമൊന്നുമില്ല, കാരണം ഫ്രൈ ആക്കി വെക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് എളുപ്പമാണ് അത് കറി വെക്കാൻ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സവാളയൊക്കെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ചൊരു 3 വിസിലടിപ്പിക്കുന്നുണ്ട്. എളുപ്പ പണിയാണ്, ചിക്കൻ റോസ്റ്റൊക്കെ വെക്കാൻ വളരെ എളുപ്പം ഇങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ കുക്കറിൽ വെച്ച് സവാള വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സമയവും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം. ഞാനിപ്പോൾ ലേറ്റായിട്ട് എണീറ്റ കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വിറകടുപ്പിലൊക്കെയാണ് ചിക്കൻ കറി വെക്കുന്നത്. അതാകുമ്പോൾ അവിടെ കിടന്ന് സവാള നല്ലപോലെ എണ്ണയ്ക്കകത്തിട്ട് ഇളക്കി നല്ലപോലെ അലുത്ത് കഴിയുമ്പോഴേ കറിയൊക്കെ വെക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഒത്തിരി ലേറ്റ് ആയത്, അതാണ്ട് 12 മണിയോളം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനുള്ള ടൈമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എളുപ്പപ്പണി ചെയ്യാമെന്ന്. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി അതെല്ലാം ഞാൻ കോരി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ആ സവാള കോരി ഇടുന്നത്. ആ എണ്ണ ചിക്കൻ ഫ്രൈ ആക്കിയ എണ്ണ കളയുന്നൊന്നുമില്ല, ആ എണ്ണയിലേക്ക് തന്നെ സവാള വഴറ്റിയെടുക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ കുറച്ച് ആക്കി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എളുപ്പപ്പണിയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്ന ദിവസങ്ങളിൽ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് നമ്മൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എണ്ണയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ സവാള കോരി, ഇപ്പോൾ സവാള അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ അലുത്ത് കിടക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയാൽ മാത്രം മതി. അപ്പോൾ റൈസിനാവശ്യമായിട്ട് വെള്ളം ഞാൻ വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി ആദ്യം വേവിച്ചൂറ്റിയിട്ട് റൈസ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പറ്റിച്ചെടുക്കുന്ന എനിക്ക് അത്രയ്ക്ക് വശമില്ല, കുഴപ്പമില്ല. എന്നാലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ വറ്റിച്ച് ഗീ റൈസൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു വേകാത്ത പോലെയൊക്കെ കിടന്നേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിളപ്പിച്ച് ഊറ്റി എടുത്തിട്ട്
വെക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് വേവിന് കിട്ടുവേ. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം. അത് കാരണം ഞാൻ അപ്പുറത്തെ വിറകടുപ്പിൽ അത് ആക്കാനായിട്ട് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം കറിക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ആർഭാടമൊന്നുമുള്ള ചിക്കൻ കറിയൊന്നുമില്ല, ലളിതമായിട്ടൊരു ചിക്കൻ കറിയാണ്. മസാലപ്പൊടി, കാശ്മീരി ചില്ലി, പെരിഞ്ചീരകപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ ചിക്കനും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറി റെഡിയായി. കാരണം ഓൾറെഡി വറുത്ത ചിക്കനാണ്, അപ്പോൾ ചിക്കൻ വെന്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ സവാളയും വേവിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ ഒത്തിരി മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് സെറ്റാക്കി ഒന്ന് വെച്ച് തിളപ്പിച്ചാൽ മാത്രം മതി. സൺഡേ ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്താ സ്പെഷ്യൽ? ഞാനിങ്ങനെ സൺഡേ മിക്ക ദിവസവും ഗീ റൈസ്, പിന്നെ എന്താ പറയുക കോക്കനട്ട് റൈസ്, ബിരിയാണി റൈസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും സ്പെഷ്യലായിട്ട്. ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്ന് വെജിറ്റബിൾസും എന്താ പറയുക പച്ചക്കറിയൊക്കെ കൂട്ടി ചോറുണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. ഇനിയിപ്പോൾ അതൊക്കെ റെഡിയാണ്. ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഈ പ്രാവശ്യം ഞാൻ വെച്ചിട്ടേ ഇല്ല. ഈ വർഷം മാമ്പഴം കിട്ടിയിട്ട് പുളിശ്ശേരി വെച്ചിട്ടില്ല. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയും എരിശ്ശേരിയൊക്കെ വെച്ച് ചിക്കൻ ഫ്രൈ ആക്കാം. പിന്നെ അതിൻ്റെ കൂടെ അവിയലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഊണ് റെഡിയാക്കണം. അന്നാണ് ഞാൻ ഇന്നലെ തലേദിവസം അതാണ് പ്ലാൻ ചെയ്ത് വെച്ചത്. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഞാനൊക്കെ ഒത്തിരി പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി സമയം വേണമല്ലോ. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിളും കൂടെ കൊത്തിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം, ഒരുപാട് ആർഭാടമൊന്നുമുള്ള റൈസല്ല, കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയ ഒരു റൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിനായിട്ടുള്ള മസാലക്കൂട്ടുകൾ, സർവ്വസുഗന്ധി, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ക്യാരറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കാണ് ബീൻസും പൈനാപ്പിളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചക്കറിയെല്ലാം ഒന്ന് വഴറ്റി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയും ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മുട്ട ചിക്കി ചേർത്തിട്ട് അതിലേക്ക് ചോറൊക്കെ ഇട്ട് റൈസ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, മക്കൾക്കൂടെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ 2 മുട്ടയും ഞാൻ അതിലേക്ക് ചേർത്ത് അതും ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ വെന്ത് കഴിയുമ്പോൾ ചോറെടുത്ത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയൊന്ന് ആ മുട്ടയുടെ ആ വെള്ളമയമൊക്കെ ഒന്ന് മാറുന്ന പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ കണ്ടുപിടിക്കും. പിന്നെ അത് ചിലപ്പോൾ ഒക്കും, ചിലപ്പോൾ ഒക്കത്തില്ല. ചിലതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും, ചിലതൊക്കെ വായിൽ വെക്കാൻ കൊള്ളത്തില്ല. പക്ഷേ ഇങ്ങനെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റേതായ ഒരു രീതിക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ചോറ് വെന്തൂറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതെല്ലാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട്, ഉപ്പിട്ടാണ് ചോറ് വേവിച്ചത്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് അതും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ഒരു അല്പം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് വഴറ്റാൻ നേരത്ത് ഒഴിച്ചില്ല, സൺഫ്ലവറിൻ്റെ അകത്തോട്ടാണ് ഇത് പച്ചക്കറിയും മസാലക്കൂട്ടൊക്കെ വഴറ്റിയത്. അത് കാരണം അവസാനം നെയ്യ് ഒരു 2-3 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസ്, സിമ്പിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വെറുതെ ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല, ചിക്കനൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ റൈസാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് വേറെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ ഒരു റെസിപ്പി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി പപ്പടം പൊരിക്കുന്നുണ്ട്. പിന്നെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി മോള് പറഞ്ഞാൽ അവൾക്ക് സലാഡ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പിന്നെ അച്ചാർ ഓൾറെഡി സ്റ്റോക്കാണ് ഇവിടെ, അപ്പം ആ അച്ചാറിന് ഉണ്ട്. പിന്നെ പപ്പടം കാച്ചണം. പിന്നെ ഇനി വേറൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം എൻ്റെ റൈസും സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ടാറ്റാ, ബൈ ബൈ.